എം.എ. ബേബി CPIM ജനറൽ സെക്രട്ടറിയായി. കേരളത്തിൽ പ്രവർത്തിച്ച് വളർന്ന് EMSന് ശേഷം സെക്രട്ടറിയാകുന്ന മലയാളി. പ്രകാശ് കാരാട്ട് മലയാളിയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ കേരളത്തിൽ പ്രവർത്തിച്ച് വളർന്ന നേതാവല്ല പ്രകാശ് കാരാട്ട്. അതുകൊണ്ടാണ് EMSന് ശേഷം കേരളത്തിൽ പ്രവർത്തിച്ച് വളർന്ന നേതാവ് മലയാളി ജനറൽ സെക്രട്ടറി ആകുന്നു എന്ന് പറയാൻ കാരണം. കൊല്ലം ജില്ലയിലെ പ്രാക്കുളം സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് KSFന്റെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകനായി എം.എ. ബേബി മാറുന്നത്. പിന്നീട് SFI അഖിലേന്ത്യാ നേതാവായി, DYFയുടെ അഖിലേന്ത്യാ നേതാവായി, രാജ്യസഭാംഗമായി, MLA ആയി, കുണ്ട്ര MLA ആയി, VS സർക്കാരിൽ സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി, അങ്ങനെ നിരവധി തലങ്ങളിൽ പ്രവർത്തിച്ച് വളർന്ന നേതാവാണ്. ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും മുമ്പ് തന്നെ PBയിൽ എത്തേണ്ട നേതാവ് കൂടിയാണ് എം.എ. ബേബി. അവർക്ക് മുന്നേ കേന്ദ്ര കമ്മിറ്റി അംഗമായ നേതാവാണ്. പക്ഷേ കേരളത്തിന് അകത്തെ CPIM വിഭാഗീയതയുടെ ഇരയായി മാറി എം.എ. ബേബി എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ കോയമ്പത്തൂർ സമ്മേളനത്തിൽ നിന്ന് വരാൻ കഴിയാതെ പോയത്. അതിനുശേഷം കോഴിക്കോട് സമ്മേളനത്തിൽ 2012 അദ്ദേഹം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നത്. സീതാറാം യെച്ചൂരിക്ക് മുന്നേ SFI നേതൃത്വത്തിൽ പ്രവർത്തിച്ച നേതാവാണ് എം.എ. ബേബി എന്നുകൂടി ഓർക്കണം. കരിയർ എന്ന് വെച്ചാൽ രാഷ്ട്രീയ ജീവിതം ഉയർന്നും താണും നിൽക്കുന്നുണ്ട് എം.എ. ബേബിക്ക്. അതുകൊണ്ട് അനുഭവം ഒരുപാടുണ്ട്. പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ പാർട്ടിക്ക് പുറത്ത് വലിയ ഒരു ആരാധക വൃന്ദം, സുഹൃബന്ധം ഉള്ള ആളുകൂടിയാണ് എം.എ. ബേബി. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തും വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നല്ല ബന്ധമുള്ള നേതാവാണ്. CPIMന്റെ ഒരു വിദേശ മുഖമായി പ്രവർത്തിച്ചിരുന്നു. അന്താരാഷ്ട്ര ചുമതലയുള്ള നേതാവ് എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി, അവിടുത്തെ നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൂടിയാണ് എം.എ. ബേബി. ഇതെല്ലാം പുറമെ എം.എ. ബേബിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് തമ്പിൽ പറഞ്ഞത് ഇന്ത്യയിൽ ഇനി ചെഗുവേര യുഗം പിറക്കുമോ എന്ന്. SFI നേതാവായി, DYFI നേതാവായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ചെഗുവേരയെ കുറിച്ച് കേരളത്തിലും ഇന്ത്യയിലും വലിയ പ്രചാരണം ആരംഭിക്കുന്നത്. ചെഗുവേരയുടെ മകളെ കേരളത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് വലിയ സ്വീകരണം ഒരുക്കുകയും അത് വലിയ തരംഗമായി മാറുകയും ചെഗുവേര ഇന്ത്യൻ യുവാക്കളുടെ, പ്രത്യേകിച്ച് DYFI പ്രവർത്തകരുടെ ഇടയിൽ ഒരു വികാരമായി മാറ്റിയെടുക്കുന്നതിൽ എം.എ. ബേബി വഹിച്ച പങ്ക് ചെറുതല്ല. അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വപരമായ ഇടപെടൽ അതിലുണ്ട്. കേരളത്തിലെ, ഇന്ത്യയിലെ യുവത്വത്തിന്റെ പ്രതീകമായി ചെഗുവേരയെ മാറ്റിയെടുക്കുന്നതിൽ, ചെഗുവേരയെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വികാരമായി, ഒരു മാതൃകയായി മാറ്റുന്നതിൽ വളരെ നിർണായക പങ്കുവഹിച്ച നേതാവാണ് എം.എ. ബേബി. അതുകൊണ്ട് തന്നെ CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബി വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ ഒരു ചെഗുവേര യുഗം പിറക്കുമോ? ചെഗുവേരയെ പോലെ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ കൂട്ടി ഇണക്കി കൊണ്ടുവന്ന് ഒരു ഇടതുപക്ഷ മുന്നേറ്റത്തിന് അടിസ്ഥാനമൊരുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. ഇന്ത്യൻ ഇടതുപക്ഷം എന്നത് ഇപ്പോൾ ദുർബലമായി നിൽക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇന്ത്യൻ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. പല പല ഗ്രൂപ്പുകളായി ചിന്നിച്ചിതറി കിടക്കുന്നു. ഒരു ഇടതുപക്ഷ ബദൽ വളർത്തിയെടുക്കുന്നതിൽ, ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിൽ പോലും CPIMന് കഴിയുന്നില്ല എന്നത് CPIMനെ സംബന്ധിച്ച് വലിയ പരാജയം തന്നെയാണ്. എല്ലാ ഇടതുപക്ഷ പാർട്ടികളെയും ഒരേ വേദിയിൽ കൊണ്ടുവരികയും അവർക്ക് ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കുകയും അതനുസരിച്ച് ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഉയരുകയുള്ളൂ, മുഴങ്ങുകയുള്ളൂ. അതിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന CPIMന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുതന്നെയാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ദൗർബല്യവും. ആ ദൗർബല്യം പരിഹരിക്കാൻ എം.എ. ബേബിക്ക് കഴിയുമോ? ചെഗുവേരയെ ഒരു ഐക്കണായി എടുത്ത് ഇന്ത്യയിൽ വലിയ മാറ്റത്തിന് തിരികൊളുത്താൻ എം.എ. ബേബിക്ക് കഴിയുമോ? അതല്ല കഴിഞ്ഞ കാലത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥ ജനറൽ സെക്രട്ടറിയായി ഒതുങ്ങുമോ എം.എ. ബേബി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അതിന് മറുപടി നൽകേണ്ടത് എം.എ. ബേബിയുടെ പ്രവർത്തനങ്ങളാണ്, അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ്. അത് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്, കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കേരളം ഒരു ബദലായി, ഇന്ത്യക്ക് ഒരു ഇടതുപക്ഷ ബദലായി ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കേരളത്തിലെ ഉണ്ടായ മുന്നണികളെ പോലെ ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇന്ത്യ മുന്നണി ഉണ്ട് എങ്കിലും അത് ഫലപ്രദമല്ല. അതിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ
ഇടതുപക്ഷം ഒരു വലിയ ശക്തിയായി മാറുകയും ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യണം. ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നതിന് ഒരു ഇന്ധനമായി മാറാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ? ഈ ചോദ്യങ്ങളൊക്കെ വലിയ ചോദ്യങ്ങളായി MA ബേബിയുടെ മുന്നിലുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPIM-ന്റെ മുന്നിലുണ്ട്. അതിന് പരിഹാരം കാണാൻ MA ബേബിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ ഒരു മാറ്റമുണ്ടായാൽ, ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ MA ബേബിക്ക് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് വലിയ മാറ്റത്തിന് വഴിതെളിക്കും. വലിയ ശത്രുക്കളുണ്ട്. മുമ്പിൽ അത്ര എളുപ്പമുള്ള വഴികളൊന്നുമല്ല. കോർപ്പറേറ്റുകൾ വിവാഹാരമായി നിൽക്കുന്നുണ്ട്. ഫാസിസം, RSS, BJP പോലെയുള്ള സംഘടനകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ ശത്രുക്കൾ അപ്പുറത്തുണ്ട്. ആ വലിയ ശത്രുവിനെ നേരിടാൻ ഈ ചെറിയ ഇടതുപക്ഷ ഗ്രൂപ്പിന് കഴിയുമോ? അതല്ലെങ്കിൽ ഇന്ത്യയിൽ അവിടെ ശബ്ദം മുഴങ്ങിയാൽ മതി, അവിടെ ആശയം പറഞ്ഞാൽ മതി. ആശയത്തെ അവഗണിക്കാൻ കഴിയില്ല ഒരിക്കലും BJP-ക്കും RSS-നും സംഘപരിവാറിനും. അവരുടെ കണ്ണിലെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കരട് ഇടതുപക്ഷമാണ്, വിദ്യാർത്ഥി സംഘടനകളാണ്, കർഷക സംഘടനകളാണ്. അവരുടെ ചാലകശക്തിയായി പ്രവർത്തിക്കാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വളരാൻ, അതിനെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല എന്നതാണ് ദൗർബല്യം. അത് പരിഹരിക്കുകയും ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക്, RSS-ന്, സംഘപരിവാറിന് ഒരു ബദലായി വളർന്നു വരുവാൻ, ഒരു മുന്നണിയായി വളർന്നു വരുവാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കഴിയുമോ? അതിന് ചുക്കാൻ പിടിക്കാൻ MA ബേബിക്ക് കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതിനുത്തരം MA ബേബി തന്നെ നൽകട്ടെ.